ഈ പ്രായത്തിൽ കാണാൻ പറ്റിയ സാധനം പഴയ ആംബിയർ ഒന്നും ഇല്ല, ഫീസ് അടിച്ചു പോവും. ഇതാണ് ഈ പ്രായത്തിന് പറ്റിയത്. ഇത് തന്നെ പോലുള്ള മുതുക്കന്മാർ കണ്ടാ മതി. മുതുക്കനോ? മുതുക്കൻ മറ്റേ പാട്ട് വെക്കണോ? മറ്റേ പാട്ട് വെക്കില്ല. ആരാത്? കണ്ടോ, സ്വാമികളൊന്ന് ഞെട്ടി. അത് പിന്നെ സേതു സാറുണ്ടോ? ഉണ്ട്. എന്താ? ഒന്ന് ഞെട്ടിപ്പിക്കാനാ. കെട്ടിപ്പിടിക്കാനോ? അതെങ്കിലേ കെട്ടിപ്പിടിക്കാനാ. അല്ലല്ലോ, ഞെട്ടിപ്പിക്കാൻ. ഇന്ന് മൊത്തം ഞെട്ടിപ്പിക്കല അങ്കിളെ. അല്ല, മാറണം. കുട്ടിയെ ഞാൻ എവിടെയോ കാണാൻ വഴിയില്ല. ഇതാര സ്വാമികളെ? കുഞ്ഞൻ പിള്ള. ഓ ഹായ്. സേതുവിന്റെ ഏറ്റവും മൂത്ത അമ്മാവനാ, ക്രോണിക് ബാച്ചിലർ. മൂത്ത അമ്മാവനാണെങ്കിലും എനിക്ക് ഈ സ്വാമി അങ്കിളുടെ അത്രയും പ്രായമില്ല. ഇത് മുഴുവൻ ഡൈ അല്ലേ. കൂടുതലെടുത്ത് കണ്ടാൽ മൂപ്പിലെ അത്ര ശരിയല്ല. കുട്ടി പൊക്കോ. കുട്ടിക്ക് സേതുവിനല്ലേ കാണേണ്ടത്? മേളത്തെ മുറിയിലുണ്ട്, അങ്ങോട്ട് പൊക്കോളൂ. പോ. അയ്യേ എവിടെ? അയ്യേ, എന്താ കവിത എഴുതുകയാണോ? പ്രിയ വരൂ. എന്താ ചോദിച്ചത്? അല്ല, കവിതയാണോ എഴുതുന്നതെന്ന്. അതെന്നാ സാറ് വെറുതെ. വെറുതെ ഒന്നും അല്ല, എഴുതിയ കവിതകൾ ഞാൻ വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എഴുതിയതോ? ഇറ്റ്സ് ഇംപോസിബിൾ. ഇപ്പൊ എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നുള്ളത്. പക്ഷേ എനിക്കറിയാം. സെക്കൻഡ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എഴുതിയ കവിതയുടെ പേര് ഒന്നിനും അല്ലാതെ. ഇതായിരിക്കുന്നു പ്രൂഫ്. കോളേജ് മാഗസിൻ. മീശയിലത്ര ഫോട്ടോയും ഉണ്ട് കവിതയോടൊപ്പം. ഡിഗ്രിക്ക് പഠിച്ചപ്പോഴുള്ള എല്ലാം കിട്ടിയില്ല. തേർഡ് ഇയറിൽ കിട്ടി. PV സേതുനാഥ്, 3rd BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. കവിതയുടെ പേര് അരികിലില്ലെങ്കിലും. ഇനി കള്ളം പറയോ കവിത എഴുതിയിട്ടില്ലെന്ന്? അറ്റ്ലീസ്റ്റ് എന്നോടെങ്കിലും. എന്താ? പ്രൊഫസർ അങ്കിളിന്റെ ബുക്ക് ഷെൽഫിൽ പൊടി പിടിച്ച് നിറം മങ്ങിയ പഴയ ക്യാമ്പസ് സ്മരണികകളിൽ ഞാൻ കണ്ടു ഒരു കവിയെ, ഒരു നല്ല റൊമാൻറ്റിക്കിനെ. പിന്നെ എന്താ എഴുതിയില്ല? എഴുതിയില്ല അല്ല, സാഹചര്യങ്ങൾ അനുവദിച്ചില്ല എന്ന് പറയുന്നതാവും ശരി. ഇനി എഴുതില്ലേ? എന്തിന്? സേതു സർ, ഹായ്. ഞാനൊരു റിക്വസ്റ്റ് ആയിട്ടാ വന്നത്. പറ്റില്ലെന്ന് മാത്രം പറയരുത്. ഞങ്ങളുടെ വിമൻസ് ക്ലബിന്റെ ഒരു ഫംഗ്ഷൻ. ചീഫ് ഗസ്റ്റ് സാറാ. ഞാനാട്ടോ സജസ്റ്റ് ചെയ്തേ. സിറ്റിയിലെ ഏറ്റവും ഫേമസ് ആയ ബിസിനസ്മാൻ, ഹാൻസം, ക്യൂട്ട്. അങ്ങനെയുള്ള ഒരു ഗസ്റ്റിനെ കിട്ടുന്നതിന്റെ ത്രില്ലിലാ മറ്റുള്ള മെമ്പേഴ്സ് എല്ലാവരും. ഞാൻ ഇറങ്ങുന്നു. നിഷ, ഇത് മിസ് പ്രിയനന്ദിനി, ഇപ്പത്തെ ഏറ്റവും ഫേമസ് സിംഗർ. യാ, ഐ ഹേർഡ് സോങ്, നോട്ട് ബാഡ്. താങ്ക്സ്. ഇത് ഞാൻ എടുക്കട്ടെ? വേണ്ട, അത് വിട്ടിരുന്നോട്ടെ. നോക്കിയിട്ട് തിരിച്ചു തരണം, എനിക്ക് സൂക്ഷിച്ചു വെക്കാനാ. ഓ, സാർ വന്നേ പറ്റൂ, വരില്ലേ? അത് നോട്ട് ബാഡ്, നോട്ട് ബാഡ്. ശാപം. ഒന്ന് മേലോട്ട് പോയപ്പോ ഒന്ന് താഴോട്ട് പോണു. പ്ലീസ് സർ, ഞാൻ വാക്ക് കൊടുത്തു പോയി, വന്നേ പറ്റൂ. എക്സ്ക്യൂസ് മീ. ഹലോ. കൊത്തി കൊത്തി മുറത്തി കയറി കൊത്തുന്നോടി. Get up and get out. Who are you? നീ ആരാടി ഇത് എന്നോട് പറയാൻ? ഞാൻ ആരാണെന്നോ ചോദിച്ചു നോക്ക് മുന്നിലിരിക്കുന്ന ആളോട്. ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യ. ഹലോ ഹലോ. ഇത്രക്ക് കൾച്ചർ ഇല്ലാത്തവളാണോ സാറിന്റെ ഭാര്യ? ഭാര്യ? കുറച്ചു ദിവസമായി സാറിന്റെ ഭാര്യ എന്നെ വിളിച്ച് ത്രെറ്റൻ ചെയ്യുന്നു. ഭാര്യയെന്നോ? ഏയ് നോ, നെവർ. അങ്ങനെ ഒരു കോൾ ഉണ്ടാവാൻ വഴിയില്ലല്ലോ. ആ ഫോൺ നിന്ന്. 2391. ദൈവമേ, അവൾക്ക് സംശയം തോന്നിയിട്ടുണ്ടാവോ? വൈഫാണെന്നല്ലേ ഞാൻ തട്ടിവിട്ടിരിക്കുന്നത്. ആട്ടെ, നിനക്ക് ആ നമ്പർ എങ്ങനെയാ കിട്ടിയത്?
അതിനാണോ മോളെ പാട്? അല്ലെങ്കിലും അവളെ വട്ട് കളിപ്പിച്ച് തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? തിരിച്ചു വിളിക്കും. ആ നമ്പർ കാണുമ്പോഴേ ഞാൻ കട്ട് ചെയ്യും. എന്തായാലും ഇന്നിപ്പോ രണ്ടാളും ഇവിടെ കൺഫ്യൂഷനിലായിരിക്കും. അങ്ങനെ വേണം. എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കേ, നീ എന്തിനാ അയാളെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത്? ഫോളോ ചെയ്യണം തോന്നി ചെയ്തു. അല്ലവൻ. എക്സ്ക്യൂസ് മീ, ബിൽ പ്ലീസ്. ബിൽ പേ ചെയ്തല്ലോ മാഡം. പേ ചെയ്തെന്നോ? ആര്? മാഡത്തിന്റെ ഹസ്ബൻഡ്. ഹസ്ബൻഡോ? എന്താ വൈഫിന്റെ ബില്ല് ഹസ്ബൻഡ് പേ ചെയ്തൂടെ? സാരമില്ല, പേടിക്കണ്ട. ഇങ്ങോട്ട് നോക്ക്. ഏയ്, ഇങ്ങോട്ട് നോക്കടി. റെസ്റ്റോറന്റിൽ പോയാലും ഷോപ്പിങ്ങിന് പോയാലും ഭാര്യയുടെ ബില്ല് വേണ്ടത് ഭർത്താവല്ലേ? അത് അല്ലേ സമി? വെരി കറക്റ്റ്. നിനക്ക് എന്താ കുഴപ്പം? നീ എന്തിനാ എന്റെ ഗസ്റ്റിനെ ഇൻസൾട്ട് ചെയ്ത്? നിക്കടെ ഇവിടെ. ഇത് പറയാൻ നിന്നെ അവിടുന്ന് വിടില്ലേ? അയ്യോ, കരയുന്നു. കരയില്ലേ? എന്തിനാ കരയുന്നത്? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. എടോ സ്വാമി, ഈ കുട്ടി എന്താ ഇങ്ങനെ? കൂട്ടുകാരിയല്ലേ, ഒന്ന് സമാധാനിപ്പിച്ചൂടെ? എന്താ പ്രിയ ഇത്? കരയാതിരിക്കേ. നോക്കിക്കൊണ്ട് നിൽക്കാതെ എന്തെങ്കിലും ഒന്ന് പറയടോ പന്നെ പട്ടരെ. അതിനിപ്പോ കരയാനും മാത്രം ഇവിടെ ഒന്നും എന്താ ഉണ്ടായ? അത് പതുക്കെ കരയല്ലേ? പതുക്കെ. സ്വാമി, ഈ കുട്ടി ഒന്ന് വീട്ടിൽ കൊണ്ടാക്ക്. വേണ്ട സർ, വരൂ. സാരമില്ല, ഞാൻ കൊണ്ടാക്കാം. വാ പ്രിയ. കൊള്ളാം കൊള്ളാം. ഹലോ, എന്നാ? നാളെ വരുമോ ബില്ല് പേ ചെയ്യാൻ? എടി, ആനക്കുട്ടി വിട്ടോടി. ദേ വെട്ടു. See you, bye. പാട്ടില് മാത്രമല്ല ആക്ടിങ്ങിലും ആള് പിടിക്കുക. എന്താ സ്വാമി ഇത്? കുഞ്ഞമ്മാവന് സേതു കൊണ്ടുവന്ന ഫോറിൻ സ്കോച്ച് എടുത്ത് കൊടുക്ക്. എടാ പൂത്തക്കോടാ, നീ എടുത്ത് അടിച്ചെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഞാനും. ഫോറിൻ സ്കോച്ചിന്റെ കളർ കറക്റ്റ് അല്ലേ? ഫോറിൻ സ്കോച്ചിന്റെ കൂടെ നാടൻ റം മിക്സ്. കിളവ ഫോറിനെ കഴിക്കൂ. സ്വാമി. ഓ വരണോ? പൂത്തക്കോട നീ അടിക്കരുത്. കഴിക്കുന്നെങ്കിൽ ഫോറിൻ തന്നെ കഴിക്കണം. ഇവന്റെ ഒരു ടേസ്റ്റ്. അതെ അതെ, ഭയങ്കര ടേസ്റ്റാ. റമ്മ് കഴിക്കുന്ന തനിക്ക് എങ്ങനെയാണോ സ്വാമി ഇതിന്റെ ടേസ്റ്റ് അറിയാവുന്നത്? പണ്ട് കഴിച്ചതിന്റെ ടേസ്റ്റ് വെച്ച് പറഞ്ഞാണേ. എനിക്ക് തീന്നൊരു പെഗ് തരുമോ കുഞ്ഞമ്മാവ? ഇതിന്നൊരു തുള്ളി ഞാൻ ആർക്കും തരില്ല. നിനക്ക് വേണടാ മക്കളെ? നിനക്ക് വേണമെങ്കിൽ ഒരെണ്ണം തരാം, ഒരെണ്ണം മാത്രം. ഞാൻ കഴിക്കില്ലെന്ന് കുഞ്ഞമ്മാൻ അറിഞ്ഞൂടെ? അതെ, നീ കഴിക്കണം. എന്റെ അനന്തരവനായ നീ കഴിക്കണം. കഴിച്ച് കഴിച്ച് മിടുക്കനാവണം, വലിയവനാവണം. ഒരമ്മാവന്റെ ആഗ്രഹമാണത്. താങ്ക് യു. വാങ്ങി കഴിക്ക് സേതു. ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് ഒരു അമ്മാവൻ അനന്തരനോട് തണ്ണി അടിക്കാൻ പറയുന്നത്. ഇതാ മക്കളെ കഴിക്കേ. കുഞ്ഞമ്മാൻ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനിത് മേടിച്ചില്ലെന്ന് വേണ്ട. ഇനി ഇതെനിക്ക് വേണ്ടി സ്വാമി. അപ്പൊ നീ ഇത് കഴിച്ചില്ല അല്ലേ? വേണ്ടടാ, സ്നേഹം കൊണ്ട് ഞാൻ തന്ന് കണ്ട അലവരാദികൾ പൊഴിച്ചു കൊടുക്കാനല്ല. ഇവിടെ പറഞ്ഞ നീ എന്നെ കൊച്ചാക്കി യു ഇൻസൾട്ടഡ് മീ. ഇനി ഒരു നിമിഷം ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഇനിയിപ്പോ എന്തായാലും നാളെ പോ. ഇല്ല, ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചില്ല, അതുകൊണ്ട് നീ പറയുന്നത് ഞാനും അനുസരിക്കാൻ പോണില്ല. ഗുഡ് നൈറ്റ്. സ്വാമി, ഇത് പുള്ളിയുടെ സ്ഥിരം പരിപാടിയാണെന്ന് അറിയാമല്ലോ. കഴിക്കുക പിണങ്ങി പോവുക, കഴിക്കുക പിണങ്ങി പോവുക. സാരമില്ല സേതു, സ്നേഹമുള്ളിടത്തല്ലേ പിണക്കം ഉണ്ടാവൂ.